Hi all, today I am going to take the topic functions of thyroid hormones. ഇവിടെ നമ്മൾ 10 functions ആണ് കാണുന്നത്. Action on basal metabolic rate, action on protein metabolism, action on carbohydrate metabolism, action on fat metabolism, action on plasma and liver fats, action on vitamin metabolism, action on body temperature, action on growth, action on body weight, action on blood. അതിൽ ഫസ്റ്റ് വൺ ആണ് ആക്ഷൻ ഓൺ ബേസൽ മെറ്റാബോളിക് റേറ്റ് BMR. Thyroxine increases the metabolic activities in most of the body tissues except brain, retina, spleen, testes and lungs. അപ്പോൾ നമ്മൾ ഈ തൈറോക്സിൻ എന്ത് ചെയ്യുന്നു, നമ്മൾ മെറ്റാബോളിക് ആക്ടിവിറ്റീസ് ഒരു ബോഡിയിലെ ടിഷ്യൂസിൽ ഇൻക്രീസ് ചെയ്യുന്നു. അതായത് ഒരു ആക്ടിവിറ്റീസ് എനർജി ലെവൽ കൂട്ടുന്നത് തന്നെയാണ് നമ്മൾ മെറ്റാബോളിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അത് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു എക്സെപ്റ്റ് ബ്രെയിൻ, റെറ്റിന, സ്പ്ലീൻ, ടെസ്റ്റിസ് ആൻഡ് ലങ്സ്. It also increases the BMR by increasing the oxygen consumption of the tissue. The action that increases the BMR is called calorogenic action. ഇവിടെ ഈ ഒരു BMR ഇൻക്രീസസ് എങ്ങനെ നടക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ ടിഷ്യൂസിലുള്ള ഓക്സിജൻ്റെ കൺസപ്ഷൻ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ BMR ഇൻക്രീസ് ചെയ്യുന്നത്. ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് കലോറിജനിക് ആക്ഷൻ എന്ന്. ഇൻ ഹൈപ്പർതൈറോയിഡിസം BMR increases by about 60% to 100%. അതുപോലെ തന്നെ ഹൈപ്പോതൈറോയിഡിസത്തിലാണെങ്കിൽ ഇറ്റ് ഫോൾസ് ബൈ 20% to 40%. അതിൻ്റെ ലെവലാണ് ഇവിടെ നമ്മൾ കാണുന്നത്. രണ്ടാമത്തതാണ് ആക്ഷൻ ഓൺ പ്രോട്ടീൻ മെറ്റാബോളിസം. തൈറോയ്ഡ് ഹോർമോൺസ് ഇൻക്രീസസ് ദ സിന്തസിസ് ഓഫ് പ്രോട്ടീൻസ് ഇൻ ദ സെൽസ്. ദ പ്രോട്ടീൻ സിന്തസിസ് ഈസ് ആക്സിലേറ്റഡ് ബൈ ദ ഫോളോയിങ് വേസ്. അപ്പോൾ ഇവിടെ നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് എന്ത് ചെയ്യുന്നു, നമ്മുടെ പ്രോട്ടീൻ സിന്തസൈസ് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ബൈ ഇൻക്രീസിങ് ദ ട്രാൻസ്ലേഷൻ ഓഫ് RNA, by increasing the transcription of DNA to RNA, by increasing activities of mitochondria, by increasing the activities of cellular enzymes. അപ്പോൾ ട്രാൻസ്ലേഷനും ട്രാൻസ്ക്രിപ്ഷനും ഒക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഈ ഒരു പ്രോസസ്സിലൂടെയാണ് നമ്മുടെ പ്രോട്ടീൻ സിന്തസൈസ് എന്ത് ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുന്നത്. മൂന്നാമത്തതാണ് ആക്ഷൻ ഓൺ കാർബോഹൈഡ്രേറ്റ് മെറ്റാബോളിസം. തൈറോക്സിൻ സ്റ്റിമുലേറ്റ് ഓൾമോസ്റ്റ് ഓൾ പ്രോസസ്സസ് ഇൻവോൾവ് ദ മെറ്റബോളിസം ഓഫ് കാർബോഹൈഡ്രേറ്റ്. തൈറോക്സിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ കാർബോഹൈഡ്രേറ്റിൻ്റെ മെറ്റാബോളിസത്തിലെ എല്ലാ ആക്ടിവിറ്റീസിലും എന്ത് ചെയ്യുന്നു, സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചാൽ ഇറ്റ് ഇൻക്രീസസ് ദ അബ്സോർപ്ഷൻ ഓഫ് ഗ്ലൂക്കോസ് ഫ്രം ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈൽ ട്രാക്ട്. നമ്മുടെ ഗ്ലൂക്കോസിനെ എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോസിൻ്റെ അബ്സോർപ്ഷൻ ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഗ്ലൂക്കോസ് അപ്ടേക്ക്, അതായത് ഓരോ സെൽസിൻ്റെ അപ്ടേക്ക് എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ഇൻക്രീസ് ദ ബ്രേക്ക് ഡൗൺ ഓഫ് ഗ്ലൂക്കോസിൻ ഇൻ ടു ഗ്ലൂക്കോസ് ആൻഡ് ആക്സിലറേറ്റിംഗ് ദ ഗ്ലൂക്കോജെൻസിസ്. നാലാമത്തതാണ് ആക്ഷൻ ഓൺ ഫാറ്റ് മെറ്റാബോളിസം. തൈറോക്സിൻ ഡിക്രീസസ് ദ ഫാറ്റ് സ്റ്റോറേജ്. നമ്മുടെ ഇവിടെ ഒരു തൈറോക്സിൻ ചെയ്യുന്നത് നമ്മുടെ ഫാറ്റ് സ്റ്റോറേജ് എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു ബൈ മൊബിലൈസിങ് ഫ്രം അഡിപ്പോസ് ടിഷ്യൂസ് ആൻഡ് ഫാറ്റ് ഡിപ്പോട്ട്സ്. The mobilized fat is converted into free fatty acid and transported by blood. നമ്മൾ പറഞ്ഞു മൊബിലൈസേഷൻ നടക്കുന്നുണ്ടെന്ന്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ എന്ത് ചെയ്യുന്നു, നമ്മൾ ഈ മൊബിലൈസ്ഡ് ഫാറ്റിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഫ്രീ ഫാറ്റി ആസിഡായിട്ട് കൺവേർട്ട് ചെയ്യുന്നു. ദാറ്റ് ഈസ് transported by blood. Thus thyroxine increases the free fatty acid level into blood. അപ്പോൾ അങ്ങനെ നമ്മൾ ബ്ലഡിലേക്ക് ഇങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ബ്ലഡിലുള്ള ഫാറ്റി ആസിഡിൻ്റെ ലെവൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ഫ്രീ ഫാറ്റി ആസിഡിൻ്റെ ലെവൽ ഇൻക്രീസ് ചെയ്യുന്നു. അഞ്ചാമത്തതാണ് ആക്ഷൻ ഓൺ പ്ലാസ്മ ആൻഡ് ലിവർ ഫാറ്റ്സ്. Even though there is an increase in the blood level of free fatty acids, thyroxine specifically decreases the cholesterol, phospholipids and triglyceride level in plasma. നമ്മുടെ ബ്ലഡ് ലെവലുള്ള ഫ്രീ ഫാറ്റി ആസിഡ് ഇൻക്രീസ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോക്സിൻ സ്പെസിഫിക്കലി ഡിക്രീസ് ചെയ്യുന്നു, കൊളസ്ട്രോൾ ലെവൽ എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. സോ ഇൻ ഹൈപ്പോസെക്രീഷൻ ഓഫ് തൈറോക്സിൻ ദ കൊളസ്ട്രോൾ ലെവൽ ഇൻ പ്ലാസ്മ ഇൻക്രീസസ്. അപ്പോൾ നമ്മുടെ തൈറോക്സിൻ എന്ത് ചെയ്യുന്നു, കുറവായിട്ടാണ് സെക്രീറ്റ് ചെയ്യപ്പെടുന്നതെങ്കിൽ നമ്മുടെ കൊളസ്ട്രോൾ ലെവൽ എന്ത് ചെയ്യുന്നു, ഇൻക്രീസ് ചെയ്യുന്നു. ആറാമത്തതാണ് ആക്ഷൻ ഓൺ വിറ്റാമിൻ മെറ്റാബോളിസം. തൈറോക്സിൻ ഇൻക്രീസസ് ദ ഫോർമേഷൻ ഓഫ് മെനി എൻസൈം. അപ്പോൾ നമ്മുടെ ബോഡിയിൽ കുറേ എൻസൈംസ് ഉണ്ട്. ഈ എൻസൈമിൻ്റെ ഫോർമേഷൻ ഇൻക്രീസ് ചെയ്യുന്നതാണ് തൈറോക്സിൻ. സിൻസ് വിറ്റാമിൻ ഫ്രം എസെൻഷ്യൽ പാർട്ട് ഓഫ് ദ എൻസൈംസ്, it is believed that the vitamins may be utilized during the formation of the enzyme. Hence vitamin deficiency is possible during hypersecretion of thyroxine. അതായത് ഇവിടെ നമ്മുടെ വിറ്റാമിൻ ഡെഫിഷ്യൻസി എപ്പോഴാണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ, അതായത് ഒത്തിരി നമ്മുടെ തൈറോക്സിൻ
സെക്രീറ്റ് ചെയ്യപ്പെടുമ്പോഴാണ് നമുക്കിവിടെ വിറ്റാമിൻ ഡെഫിഷ്യൻസി ഉണ്ടാകുന്നത്. ഏഴാമത്തതാണ് ആക്ഷൻ ഓൺ ബോഡി ടെമ്പറേച്ചർ. തൈറോയ്ഡ് ഹോർമോൺസ് ഇൻക്രീസ് ദ ഹീറ്റ് പ്രൊഡക്ഷൻ ഇൻ ദ ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിലെ ഹീറ്റിൻ്റെ പ്രൊഡക്ഷന് കാരണമാണ് നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് ആണ്. ബൈ ആക്സിലറേറ്റിംഗ് വേരിയസ് സെല്ലുലാർ മെറ്റബോളിക് പ്രോസസ് ആൻഡ് ഇൻക്രീസിങ് BMR. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ചൂട് കൂടുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഉള്ളിലുള്ള പ്രോസസ്സ് ഇൻക്രീസ് ചെയ്യുമ്പോഴാണ്. അപ്പോൾ നമുക്കിവിടെ എന്ത് ചെയ്യുന്നു? നമ്മുടെ സെല്ലുലാർ മെറ്റബോളിക് പ്രോസസ്സ് ആക്സിലറേറ്റ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ BMRഉം ഇൻക്രീസ് ചെയ്യുന്നു. ഇറ്റ് ഈസ് കോൾഡ് തൈറോയ്ഡ് ഹോർമോൺ ഇൻഡ്യൂസ്ഡ് തെർമോജെനിസിസ്. അപ്പോൾ ഇതിനെ നമ്മൾ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ് തൈറോയ്ഡ് ഹോർമോൺ ഇൻഡ്യൂസ്ഡ് തെർമോജെനിസിസ് എന്ന്. ഡ്യൂറിങ് ഹൈപ്പർ സെക്രീഷൻ ഓഫ് തൈറോക്സിൻ ദ ബോഡി ടെമ്പറേച്ചർ ഇൻക്രീസസ് ഗ്രേറ്റ്ലി റിസൾട്ടിങ് ഇൻ എക്സസ് സ്വെറ്റിംഗ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺ കൂടുമ്പോൾ എന്ത് ചെയ്യുന്നു? നമുക്ക് ടെമ്പറേച്ചർ കൂടുന്നു, അതോടൊപ്പം നമുക്ക് സ്വെറ്റിങ്ങും ഉണ്ടാകുന്നു. എട്ടാമത്തതാണ് ആക്ഷൻ ഓൺ ഗ്രോത്ത്. തൈറോയ്ഡ് ഹോർമോൺസ് ഹാസ് ജനറൽ ആൻഡ് സ്പെസിഫിക് എഫക്റ്റ് ഓൺ ഗ്രോത്ത്. It increases in thyroxine secretion accelerate the growth of the body, especially in the growing children. അപ്പോൾ നമ്മുടെ കുഞ്ഞു കുട്ടികൾക്ക് അല്ലെങ്കിൽ ചിൽഡ്രൻസിന് തൈറോയ്ഡ് ഹോർമോൺസ് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം അവരുടെ വളർച്ച ഗ്രോത്തിനെ ഹെൽപ്പ് ചെയ്യുന്നു. ലാക്ക് ഓഫ് തൈറോക്സിൻ ദാറ്റ് അറസ്റ്റ് ദ ഗ്രോത്ത്. നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഹോർമോൺസ് കുറവാണെങ്കിൽ, തൈറോക്സിൻ കുറവാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മുടെ ഗ്രോത്തിനെ അതെന്ത് ചെയ്യുന്നു? കുറയ്ക്കുന്നു. At the same time, thyroxine causes early closure of epiphysis. So, the height of the individual may be slightly less in hypothyroidism. Thyroidism is more important to promote growth and development of brain during fetal life and first few years of postnatal life. അപ്പോൾ തൈറോക്സിൻ എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആയി വരുന്നത് നമ്മുടെ കുഞ്ഞ് എന്ത് ചെയ്യുന്നു? നമ്മുടെ പ്രീനേറ്റൽ പീരീഡിലും അതുപോലെ തന്നെ പോസ്റ്റ്നേറ്റൽ ആദ്യത്തെ ഫ്യൂ ഇയേഴ്സ് ഓഫ് പോസ്റ്റ്നേറ്റൽ പീരീഡിലും ആയിരിക്കും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഒരു തൈറോക്സിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ടാകുന്നത്. ഡെഫിഷ്യൻസി ഓഫ് തൈറോയ്ഡ് ഹോർമോൺസ് ഡ്യൂറിങ് ദ പീരിയഡ് ലീഡ്സ് ടു മെൻ്റൽ റിട്ടാർഡേഷൻ. അപ്പോൾ എന്ത് ചെയ്യുന്നു? നമ്മുടെ തൈറോയ്ഡ് ഹോർമോൺസ് ഒത്തിരി ഡെഫിഷ്യൻസി വരുവാണെങ്കിൽ അത് മെൻ്റൽ റിട്ടാർഡേഷന് കാരണമാകുന്നു. ഒമ്പതാമത്താണ് ആക്ഷൻ ഓൺ ബോഡി വെയ്റ്റ്. തൈറോക്സിൻ ഈസ് എസെൻഷ്യൽ ഫോർ മെയിൻറ്റെയിനിങ് ദ ബോഡി വെയ്റ്റ്. ഇറ്റ് ഇൻക്രീസ് ഇൻ തൈറോക്സിൻ സെക്രീഷൻ ഡിക്രീസ് ദ ബോഡി വെയ്റ്റ് ആൻഡ് ഫാറ്റ് സ്റ്റോറേജ്. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ തൈറോക്സിൻ്റെ ലെവൽ കൂടുതലാണെങ്കിൽ എന്ത് ചെയ്യുന്നു? നമ്മുടെ ബോഡി വെയ്റ്റും അതുപോലെ തന്നെ ഫാറ്റ് സ്റ്റോറേജും എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ഡിക്രീസ് ഇൻ തൈറോക്സിൻ സെക്രീഷൻ ഇൻക്രീസസ് ദ ബോഡി വെയ്റ്റ് ബിക്കോസ് ഓഫ് ഫാറ്റ് ഡിപ്പോസിഷൻ. ഇപ്പോൾ നമുക്കറിയാം, നമുക്ക് തൈറോയ്ഡ് ഈ മെലിഞ്ഞിരിക്കുന്ന ആൾക്കാർ, അതായത് നമ്മളെപ്പോഴും തൈറോയ്ഡ് ചെക്ക് ചെയ്യണമെന്നാണ് പറയുന്നത്. കാരണം നമ്മുടെ ശരീരത്തിൽ അതിൻ്റെ ലെവൽ കൂടുകയോ കുറയുകയോ ചെയ്താൽ നമുക്കത് ബോഡിയിൽ നമുക്കത് പ്രത്യേകിച്ച് എഫക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. പത്താമത്താണ് ആക്ഷൻ ഓൺ ബ്ലഡ്. തൈറോക്സിൻ ആക്സിലറേറ്റ് erythropoietic activity and increases blood volume. It is one of the important general factors necessary for the erythropoiesis. പോളിസിസ്റ്റേമിയ ഈസ് കോമൺ ഇൻ ഹൈപ്പർ തൈറോയിഡിസം. അതായത് നമ്മുടെ ബ്ലഡിലുള്ള തൈറോക്സിൻ്റെ ലെവലും എന്ത് ചെയ്യുന്നു? ഓരോരോ ഡിസോർഡറിന് കാരണമാകുന്നുണ്ട്. ഇവിടെ നമ്മുടെ തൈറോക്സിൻ എന്ത് ചെയ്യുന്നു? നമ്മുടെ എറിത്രോപോയറ്റിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ റെഡ് ബ്ലഡ് സെൽസിൻ്റെ ആക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതുപോലെ തന്നെ ബ്ലഡ് വോളിയം അപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ എറിത്രോപോയിസിസ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രോസസ്സിനെ വിളിക്കുന്നതാണ്, അതായത് റെഡ് ബ്ലഡ് സെൽസ് ഇൻക്രീസ് ചെയ്യുന്ന ആ പ്രോസസ്സിനെ വിളിക്കുന്നതാണ് എറിത്രോപോയിസിസ് എന്ന് വിളിക്കുന്നത്. ഇനി പോളിസിസ്റ്റമിയ ഈസ് എ കോമൺ ഇൻ ഹൈപ്പർ തൈറോയിഡിസം. പോളിസിസ്റ്റമിയ എന്ന് എന്തെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു ബ്ലഡിൽ റെഡ് ബ്ലഡ് സെൽസ് കൂടുമ്പോഴുള്ള ഒരു കൂടുന്നതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പോളിസിസ്റ്റമിയ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അതും എന്ത് ചെയ്യുന്നു? ഈ ഹൈപ്പർ തൈറോയിഡിസത്തിൽ അതൊരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണെന്നാണ് പറയുന്നത്. ഇതാണ് 10 നമ്മുടെ തൈറോയ്ഡ് ഹോർമോണിൻ്റെ ഫങ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതെല്ലാവരും നന്നായിട്ട് പഠിക്കുക. കൂടുതലായിട്ട് ഫങ്ഷൻസ് പറയുന്നുണ്ട്, ഒരു 10-11 ഫങ്ഷൻസൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് നിങ്ങളുടെ ആ സിംപ്ലിഫിക്കത്തിൻ്റെ ടെക്സ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക. 10 എണ്ണമെങ്കിലും കറക്റ്റായിട്ട് പഠിക്കുക. ഓക്കെ, താങ്ക് യു.